ലോകകപ്പ് ഫുട്ബോൾ ആദ്യഘട്ടം പിന്നിടുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ടീം ഏതാണ്? നിലവിലെ ലോക ജേതാക്കളാണോ അതോ മുൻ ലോക ജേതാക്കളോ? ആദ്യമായി കിരീടം തൂക്കുമെന്ന് പ്രഖ്യാപിച്ചെത്തിയവരാണോ? അവർക്കിടയിൽ നിശബ്ദമായി എന്നാൽ എതിരാളികളെ ഭീതിപ്പെടുത്തി ഒരു കൂട്ടം നീല സ്രാവുകൾ നീന്തി മുന്നേറുന്നുണ്ട്. പേര് കേപ്പ് വെർദെ, വിളിപ്പേര് ബ്ലൂ ഷാർക്ക്. ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് ചിത്രം തെളിഞ്ഞു. ഇനി നോക്കൌട്ടാണ്, റൗണ്ട് ഓഫ് 32. സ്പെയിനും യുറുഗ്വേയും സൗദിയും കീഴടക്കാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും കഴിയാതിരുന്ന കേപ്പ് വെർദെ എന്ന ദ്വീപ് രാഷ്ട്രം നേർക്കുനേർ വെല്ലുവിളിക്കാൻ പോകുന്നത് സാക്ഷാൽ ലയണൽ മെസ്സിയെയും സംഘത്തെയുമാണ്. സ്പെയിനെ ഗോളടിക്കാൻ സമ്മതിക്കാതിരുന്ന യുറുഗ്വായ് 2 ഗോളടിച്ചപ്പോൾ തിരിച്ചും അത്ര തന്നെ അടിച്ചുകൊടുത്ത സൗദി അറേബ്യയെ ഗോളില്ലാ സമനിലയിൽ പൂട്ടിയ കേപ്പ് വെർദെ അർജന്റീനയെ തളയ്ക്കുമോ? യമാലിനെ പിടിച്ചുകെട്ടിയ ആഫ്രിക്കൻ പ്രതിരോധ കോട്ട അർജന്റീനയ്ക്കും മൂക്ക് കയറിടുമോ? അതും ഭേദിച്ച് മുന്നോട്ട് കയറിയാൽ മെസ്സിയെ തടയാൻ വൊസീഞ്ഞ എന്ന ഗോളി വീണ്ടും അത്ഭുതം പ്രവർത്തിക്കുമോ? മെസ്സിയും വൊസീഞ്ഞയും നേർക്കുനേർ വരുമ്പോൾ എന്ത് സംഭവിക്കും? തുനിഞ്ഞിറങ്ങുന്ന മെസ്സിയെ തടയാൻ ആർക്ക് കഴിയും? ചരിത്രത്തിൽ മെസ്സിയെ വെല്ലുവിളിച്ച ഗോൾ കീപ്പർമാർ അനവധിയുണ്ട്. അവരുടെ വലയിലൊക്കെ പന്തെത്തിച്ച ചരിത്രമാണ് മെസ്സിയുടേത്. 2015 ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ആരാണ് ബോസെന്ന് താൻ മെസ്സിയെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞത് അന്ന് ബയണിൻ്റെ ഗോളിയായിരുന്ന ഇപ്പോഴും ജർമ്മൻ വല കാക്കുന്ന മാനുവൽ നോയറാണ്. 2014 ലോകകപ്പ് ഫൈനലിലെ മുഖാമുഖവും നോയറുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ മത്സരത്തിൽ കണ്ടത് മറ്റൊന്നാണ്. കളിയുടെ അവസാന 15 മിനിറ്റിൽ 2 തവണ നോയറുടെ പിന്നിൽ വല കുലുങ്ങി. ബോക്സിന് പുറത്തു നിന്നുള്ള ലോങ് റേഞ്ചർ, പിന്നെ ബോക്സിൽ കടന്നു കയറി നോയറുടെ തലയ്ക്ക് മുകളിലൂടെ പന്തിനെ ചിപ്പ് ചെയ്തൊരു ഗോൾ. 2018 തിബോ കുർട്ടിയോസിനെ ഒറ്റക്കളിയിൽ 2 തവണ നട്ട്ബഗ് ചെയ്ത് കാലുകൾക്കിടയിലൂടെ പന്ത് വലയിലെത്തിച്ച മെസ്സി എൽ ക്ലാസിക്കോയിൽ ഐക്കർ കസിയസിനെ വീഴ്ത്തിയ ഹാട്രിക്കിൻ്റെ ഉടമയാണ്. മെസ്സിക്കെതിരെ മികച്ച ക്ലീൻഷീറ്റ് ഉണ്ടായിരുന്ന ജിയാൻ ലൂജി ബഫണിന്റെ മുൻതൂക്കം അവസാനിപ്പിച്ച് 2017 ഗോൾ പിറന്നു. 2022 ലോകകപ്പിൽ 1 മണിക്കൂറോളം അർജന്റീനയെ ചെറുത്തുനിന്ന ഗില്ലർമോ ഒച്ചോവയെ വീഴ്ത്തിയ 25 യാർഡ് അകലെ നിന്നുള്ള ഐക്കോണിക് ലെഫ്റ്റ് ഫുട്ട് ഷോട്ട്. എണ്ണിയെടുക്കാൻ അങ്ങനെ നിരവധിയുണ്ട് മെസ്സി മറികടന്ന ഗോളിമാർ. 18-കാരൻ യമാലിന്റെ അതിവേഗ പ്രസിംഗുകളെപ്പോലും തടുത്തിട്ട 40-കാരനായ വൊസീഞ്ഞയും 39-കാരനായ മെസ്സിയും നേർക്കുനേർ വരുമ്പോഴും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വരും. മത്സരം സമനിലയിലെങ്കിൽ ഷൂട്ടൌട്ടിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ എമിലിയാനോ ഉള്ള അർജന്റീനയെ പോലെ തന്നെ ആത്മവിശ്വാസത്തിലാകും വൊസീഞ്ഞയുള്ള കേപ്പ് വെർദെയും. കഴിഞ്ഞ തവണ പെനാൽറ്റി പാഴാക്കിയ മെസ്സിയെ വീണ്ടും ഒരു ഷൂട്ടൌട്ട് ഘട്ടത്തിൽ അത് ആശങ്കപ്പെടുത്തിയേക്കാം. അതിനുവേണ്ടി കാത്തു നിൽക്കാതെ നിശ്ചിത സമയത്ത് തന്നെ കളി തീർക്കാനായിരിക്കും അർജന്റീനയുടെ ശ്രമം. മധ്യനിരക്കാരെയും ഫുൾ ബാക്കുകളെയും കൂടുതൽ വിടർത്തി കേപ്പ് വെർദെ പ്രതിരോധത്തിലെ ചെറിയ വിടവുകൾ പോലും മെസ്സിക്കും കൂട്ടുകാർക്കും വേണ്ടി തുറന്നെടുക്കാനാകും സഹതാരങ്ങളുടെ ശ്രമം. ഹൈ പ്രസിംഗിലൂടെ ബോക്സിന് സമീപത്ത് സെറ്റ് പീസുകൾ സ്വന്തമാക്കി ഗോൾ കണ്ടെത്തലാകും മറ്റൊരു തന്ത്രം. തുടക്കത്തിലെ ഒരു ഗോൾ കേപ്പ് വെർദെ വലയിൽ കയറിയാൽ അവർ തിരിച്ചടിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പ്രതിരോധത്തിൽ വിടവുണ്ടായേക്കാം. കേപ്പ് വെർദെയുടെ അതിവേഗ കൗണ്ടറുകളെ തടയാൻ അർജന്റീനയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് കൂടുതൽ ജാഗ്രതയോടെ നിലയുറപ്പിക്കേണ്ടതുണ്ട്. ഗോളടിക്കാൻ വൈകിയാലും അതിൽ നിരാശപ്പെടാതെ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടതും പ്രധാനമാണ്. കേപ്പ് വെർദെ, കുറാസാവോ, ഘാന, ദക്ഷിണാഫ്രിക്ക ഫിഫ റാങ്കിങ്ങിൽ യഥാക്രമം 64, 81, 65, 54 സ്ഥാനങ്ങളുള്ളവർ. അവർ പോയിന്റ് കവർന്നത് യൂറോപ്പിൻ്റെ ജേതാക്കളായ 3ാം റാങ്കുകാരായ സ്പെയിൻ, ജർമ്മനിയെ വീഴ്ത്തിയ 29ാം റാങ്കുകാരായ ഇക്കഡോർ, ഗോളടിച്ചു കൂട്ടിയ 4ാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ട്, 28ാം സ്ഥാനക്കാരായ ദക്ഷിണ കൊറിയ എന്നിവരിൽ നിന്നാണ്. അതിൽ തന്നെ സ്പെയിനെ പിടിച്ചുകെട്ടിയ കേപ്പ് വെർദെ മാജിക്കാണ് ഈ ടൂർണമെൻറ്റിലെ ഞെട്ടിക്കൽ മത്സരം. 4-5-1 ഫോർമേഷനിൽ അണിനിരന്ന ഈ ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞു രാജ്യമായ കേപ്പ് വെർദെ സ്പെയിനെ പിടിച്ചുകെട്ടിയതിന് പിന്നിൽ ഏറ്റവും ശക്തമായൊരു കാരണമുണ്ട്. അവരുടെ മധ്യനിരയും പ്രതിരോധവും ഒന്നായിരുന്നു. അഥവാ 2 സംഘങ്ങളും തമ്മിൽ ഗ്രൗണ്ടിലെ വിടവ് ഏറ്റവും നേർത്തതായിരുന്നു. അത് പൊളിക്കാൻ പന്ത് കൈവശം വെച്ച് എതിരാളികളെ മുന്നിലേക്ക് കയറി കളിപ്പിച്ച് എതിർനിരയിൽ വിടവുണ്ടാക്കി മുന്നേറാനായിരുന്നു സ്പാനിഷ് ശ്രമം. എന്നാൽ കേപ്പ് വെർദെ ആ ചൂണ്ടയിൽ കൊത്തിയില്ല. അവർ അവരുടെ പ്രതിരോധാകൃതി അതേപടി നിലനിർത്തി. സ്പാനിഷ് പ്രതിരോധക്കാർ കൂടി മുന്നോട്ട് കയറി ആക്രമിച്ചിട്ടും ആഫ്രിക്കൻ പ്രതിരോധ ചങ്ങലയിലെ ഒരു കണ്ണി പോലും അടർന്നില്ല. ഓവർ ദ ടോപ്പ് ബോൾ കളിക്കുകയോ എതിർ പ്രതിരോധത്തെ വളഞ്ഞു മുന്നേറുകയോ മാത്രമായിരുന്നു അവശേഷിച്ച മാർഗം. ഇത്രയും പറഞ്ഞത് കേപ്പ് വെർദെയുടെ ലോ ബ്ലോക്ക് ഡിഫൻസ് പൊളിക്കാൻ കൃത്യമായ ആസൂത്രണം ആൽബി സെലസ്റ്റകൾ നടത്തേണ്ടി വരുമെന്ന് സൂചിപ്പിക്കാനാണ്. കിരീടം നിലനിർത്താനിറങ്ങുന്ന അർജന്റീനയ്ക്കും മെസ്സിക്കും മുന്നിൽ വൊസീഞ്ഞയും കേപ്പ് വെർദെയും കോട്ട കിട്ടുമോ എന്നതാണ് കണ്ടറിയാനുള്ളത്. ഏത് അസാധ്യ ആംഗിളിലും പെനാൽറ്റി ബോക്സിലെ വിടവുകൾ കണ്ടെത്തുന്ന ലയണൽ മെസ്സി മുന്നിലുണ്ടെന്നത് അർജന്റീനയ്ക്ക് കരുത്താണ്. അവിടെയാണ് മെസ്സി വൊസീഞ്ഞ പോർമുഖം തുറക്കുന്നത്. ഒന്നും അസാധ്യമല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞെന്നാണ് കേപ്പ് വെർദെ കോച്ച് ബുബിസ്റ്റയുടെ പ്രതികരണം. അർജന്റീനയുമായുള്ള മത്സരം അഭിമാനകരമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. എതിരാളി ആരെന്നത് പ്രശ്നമല്ല, സ്വന്തം ഗെയിം കൂടുതൽ ഉത്തരവാദിത്തത്തോടെ തുടരും.
മയാമിയിലാണ് മത്സരം, മെസ്സിയുടെ തട്ടകത്തിൽ. പക്ഷേ കേപ്പ് വെർദെ വെറുതെ ഇറങ്ങില്ല എന്നത് മത്സരം അപ്രവചനീയമാക്കുന്നുണ്ട്. സ്വന്തമായി ഒരു ഫുട്ബോൾ ടീമില്ലാതിരുന്നവർ, വിദേശത്ത് കളിച്ചിരുന്ന താരങ്ങളെ സംഘടിപ്പിച്ച് ടീമുണ്ടാക്കിയവർ, 2013 ആദ്യ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ തന്നെ ക്വാർട്ടറിലെത്തി മികവ് തെളിയിച്ചവർ, അരങ്ങേറ്റ ലോകകപ്പിലും കേപ്പ് വെർദെ അടയാളപ്പെടുത്തുന്നുണ്ട്. 3 കളികൾ, 3 സമനില, 3 പോയിന്റ്. സ്പെയിനെയും യുറുഗ്വേയെയും പിടിച്ചു കെട്ടിയവർ. അടുത്തത് അർജന്റീനയോ എന്ന ചോദ്യം തന്നെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്.